സംസ്കൃതിയുടെ UGC നെറ്റ് പേപ്പർ 1 PYQ സെക്ഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻ സെമാന്റിക് കോഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഡീൽസ് വിത്ത് ക്യാരക്ടർ ആൻഡ് ക്യാരക്ടറൈസേഷൻ. Then statement 2 റൊണാൾഡ് ബാത്തോസ് describe this code as voice of the person. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ നിന്ന് നമ്മൾ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് ഫൈൻഡ് ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് സെമാന്റിക് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു സിമാന്റിക് ബാരിയർ ഓർ ലാംഗ്വേജ് ബാരിയർ. അപ്പൊ നമുക്കറിയാം ഇതൊരു വെർബൽ ടേമുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് സെമാന്റിക് കോഡ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവില് രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ഇന്ത്യയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തി കൊടുത്ത ഒരു തിയറി ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം അത് കറക്റ്റ് ആകാനാണ് ചാൻസ്. അപ്പൊ നിങ്ങൾ റിമൈനിങ് ആയിട്ടുള്ള നിങ്ങൾ ആ ഒരു പേഴ്സണിന്റെ തിയറിയുടെ പർട്ടിക്കുലർ അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആ റിമൈനിങ് സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ആൻസർ both the statement 1 and 2 are true. So semantic code of communication deals with the character and characterization. അത് correct ആണ്. Then റൊണാൾഡ് ബാത്തോസ് describe this code as the voice of a person. ഇവിടുത്തെ കീവേഡ് voice of a person. ഇപ്പം നമുക്ക് തന്നിരിക്കുവാണ് ഇത് നോൺ വോയിസ് ഓഫ് എ പേഴ്സൺ. അപ്പൊ നമുക്കറിയാം സിമാന്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അവിടെ എന്താണേലും വോയിസ് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ നോൺ വോയിസ് ആണ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്തേനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് ഓഫൺ കൺസിഡർ as ഡാഷ്. ഡയാഡിക്, വിത്തിൻ വൺ സെൽഫ്, മെനി ടു മെനി, വൺ ടു ഹ്യൂജ് മാസസ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഡയാഡിക്. യെസ്, കറക്റ്റ്, ഡയാഡിക് ആണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ വിത്തിൻ വൺ സെൽഫ്. വൺ സെൽഫ് ആണെങ്കിൽ അത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, മെനി ടു മെനി അല്ല. വൺ ടു ഹ്യൂജ് മാസ്, ഒരാൾ ഒരു ഹ്യൂജ് മാസിലേക്ക് മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡയാഡിക്. ദെൻ ദ മെക്കാനിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻ എ മൾട്ടിപ്പിൾ വേ ഫ്ലോ, ഓപ്ഷൻ ബി വൺ വേ ഫ്ലോ, ഫ്രം വൺ ടു മെനി, ദെൻ ആക്റ്റീവ് ഓഡിയൻസ്, സോറി ഡി ഓൾസോ ദെയർ അനോണിമിറ്റി. ഇതിൽ ഇതൊക്കെയാണ് മെക്കാനിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ മീനിങ് കോൺസെപ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ മോഡൽസിൽ നിന്നും ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം എവിടെ വരുന്ന ടോപ്പിക് ആണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആ കോൺസെപ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കണം കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബി സി ഡി. അപ്പൊ മെക്കാനിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വൺ വേ ഫ്ലോ ഉണ്ട്, ഫ്രം വൺ ടു മെനി ആൻഡ് അനോണിമിറ്റി. ഇപ്പൊ നമ്മൾ വൺ ടു മെനി അതായത് ഒരാളിൽ നിന്ന് പല ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ഓൾവേസ് അനോണിമിറ്റി. ഓക്കെ, വൺ വേ ഫ്ലോ, വൺ ടു മെനി, അനോണിമിറ്റി, 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെക്കാനിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗൈൻ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷൻ ഹാസ് ദ പവർ ടു ഡിഫൈൻ, പെർസ്വേഡ് ആൻഡ് ഇൻഫോം ഇഷ്യൂസ് ആൻഡ് ഇവന്റ്സ് ടു ദ പീപ്പിൾ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. കമ്മ്യൂണിക്കേഷൻ cannot serve as a tool of demarcation among people. എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? കമ്മ്യൂണിക്കേഷൻ ഹാസ് ദ പവർ ടു ഡിഫൈൻ, പെർസ്വേഡ് ആൻഡ് ഇൻഫോം ഇഷ്യൂസ് ആൻഡ് ഇവന്റ്സ് ടു ദ പീപ്പിൾ. അല്ലെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ തമ്മിൽ എന്താണ്? വി ആർ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ഫീലിംഗ്, ഇമോഷൻ ബിറ്റ്വീൻ 2 or more പീപ്പിൾ. അതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ cannot serve as a tool of demarcation among people. അപ്പൊ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷനോൺ ആൻഡ് വീവർ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വാസ് ബേസ്ഡ് ഓൺ എ ലീനിയർ സിസ്റ്റം ഓഫ് ഡാഷ്. അപ്പൊ നമ്മൾ ഇവിടെ ആണ് ആ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് പറയുന്നത്. അപ്പം പല
3 കാറ്റഗറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉണ്ട്. ആ 3 കാറ്റഗറിയിൽ വീണ്ടും സബ് പോയിന്റ്സ് ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ പഠിക്കുന്ന ആ സ്ഥിരം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും വൺ ഓഫ് ദ മോഡൽ ഓഫ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഓക്കെ. Shannon and Weaver mathematical model of communication was based upon a linear system of dash. കമ്മ്യൂണിക്കേഷന്റെ വൺ ഓഫ് ദ ലീഡിംഗ് മോഡൽ ആണ് ഷാനോൺ ആൻഡ് വീവർ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള മോഡൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഷാനോൺ ആൻഡ് വീവർ. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. യെസ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ് ആൻസർ. നമുക്കൊന്ന് ജസ്റ്റ് നോക്കി പോകാം കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഓക്കെ, സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലീനിയർ മോഡൽ, ഇന്ററാക്റ്റീവ് മോഡൽ ആൻഡ് ട്രാൻസാക്ഷണൽ മോഡൽ. ഓക്കെ, ലീനിയർ മോഡലിൽ നമുക്ക് മെയിൻ ആയിട്ടും 4 മോഡൽ പഠിക്കാനുണ്ട്. ഓക്കെ, so linear model of communication means it is simply one-way communication model. ഓർത്തിരിക്കുക, linear model of communication means it's a one-way communication model. ഈ ഒരു പോയിന്റ് ബേസിസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യും. അപ്പം ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇറ്റ്സ് എ one-way communication model. Then the message flows in a straight line from the sender to receiver. There is no concept of feedback. എഗെയിൻ ഓർത്തിരിക്കുക, ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മോഡൽ ആണ്. അതിലെന്താണ്? ഫീഡ്ബാക്ക് കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, സോ ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്കുള്ളതാണ് ലോസ്വെൽസ് മോഡൽ, അരിസ്റ്റോട്ടിൽ മോഡൽ, അഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ ഓഫ് ഷാനോൺ വെവിയർ മോഡൽ ആൻഡ് SMCR മോഡൽ. അപ്പൊ ഈ 4 മോഡൽ നമ്മൾ ഓർത്തിരിക്കണം. അതും പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഓർത്തിരിക്കണം ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽസിൽ വരുന്ന ഡിഫറെന്റ് മോഡൽസ് ആണ് ലോസ്വെൽസ് മോഡൽ, അരിസ്റ്റോട്ടിൽ മോഡൽ, ഷാനോൺ വീവർ മോഡൽ ആൻഡ് SMCR മോഡൽ. സോ ലോസ്വെൽസ് മോഡലില് ഒരു പ്രോസസ് ആണ്. കമ്മ്യൂണിക്കേറ്റർ ഒരു മെസ്സേജ് ഒരു മീഡിയം വഴി റിസീവർക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അത് ഫൈനലി എഫക്ട്. അതിപ്പോ ഇവിടെയും നമുക്കൊരു സിസ്റ്റം ഓഫ് ഫീഡ്ബാക്ക് ഇല്ല. ദെൻ അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ ആണെങ്കിൽ ഒരു സ്പീക്കർ, അയാൾ എന്താണ് ഒരു സ്പീച്ച്, അദ്ദേഹം ഒരു സ്പീച്ച് നടത്തുകയാണ് ഇൻ എ പർട്ടിക്കുലർ ഒക്കേഷൻ ആൻഡ് ഓഡിയൻസ് അത് റിസീവ് ചെയ്യുന്നു. സിമ്പിൾ, ഏതെങ്കിലും ഒരു ഇവന്റിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ് ഒരു പ്രസംഗം നടത്തുകയാണ്. അപ്പൊ അതൊരു അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഷാനോൺ ആൻഡ് വീവർ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇൻഫർമേഷൻ ഒരു സോഴ്സിൽ നിന്നും ഒരു ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്, എൻകോഡ് ചെയ്ത ട്രാൻസ്മിറ്റർ, ദെൻ ത്രൂ എ ചാനൽ ആൻഡ് ഇറ്റ് ഈസ് റിസീവിംഗ് റിസീവർ. ഓക്കെ, റിസീവർ ആണ് ദ പേഴ്സൺ ഹു ഈസ് ഡീകോഡിംഗ്, ദാറ്റ്സ് വൈ ഡീകോഡർ, ആൻഡ് ഇറ്റ് ഈസ് റീച്ചിങ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് ഇല്ല. അപ്പൊ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് പഠിക്കുന്ന മോഡലിൽ ദ സെയിം പ്രോസസ് വിത്ത് ഫീഡ്ബാക്ക്. ഓക്കെ, സോ ചാനലില് പുറമേ നിന്നുള്ള നോയിസും അഫക്ട് ചെയ്യാം. ഷാനോൺ ആൻഡ് വീവർ മാത്തമാറ്റിക്കൽ മോഡൽ ആണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽ. അറ്റ് പ്രസന്റ് നമ്മൾ ഈ ഒരു മോഡൽ അല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഫീഡ്ബാക്ക് ഉള്ള മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽ ആണ് ഷാനോൺ ആൻഡ് വീവർ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, 1948 ഈ ഒരു മോഡല് വന്നത്. ജസ്റ്റ് ഇയർ നമ്മൾ ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അപ്പൊ 1948 നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നതും 1948. ഓക്കെ, SMCR മോഡൽ. എസ് മീൻസ് സോഴ്സ്. ഓക്കെ, സോഴ്സ്, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ. SMCR മോഡൽ, ദിസ് ഈസ് ദാറ്റ് ഈസ് സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് ലീനിയർ മോഡൽ, എന്താണ് ലീനിയർ മോഡലിന്റെ ഫീച്ചർ. ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാൽ അതൊരു വൺ വേ മോഡൽ ആണ്. ലീനിയർ മോഡലിൽ നമുക്ക് എന്താ ഫീഡ്ബാക്ക് സിസ്റ്റം ഇല്ല. ലീനിയർ മോഡലിൽ നമുക്ക് 4 മോഡലാണ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം മാത്രം പഠിച്ചിരിക്കും. അപ്പൊ ഡയഗ്രാം അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇൻഡെപ്ത് ആയിട്ട് അതിൽ വരുന്ന എലമെന്റ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. SMCR മോഡൽ. SMCR മോഡൽ ആണെങ്കിൽ സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ, അത്രയും ഓർത്തിരിക്കുക.
അരിസ്റ്റോട്ടിൽ മോഡൽ ആണെങ്കിൽ എന്താണ്? സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്. ഷനോൺ ആൻഡ് വിവിയർ മാത്തമാറ്റിക്കൽ മോഡൽ ആണെങ്കിൽ സോഴ്സിൽ നിന്നും എൻകോഡർ, ചാനൽ, ഡീകോഡർ ആൻഡ് ഡെസ്റ്റിനേഷൻ, ഔട്ട്സൈഡ് നോയ്സും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ മീഡിയ ഈസ് നോൺ ആസ് synchronous communication, synchronous media. യെസ്, സിങ്ക്രണമസ് മീഡിയ. ഇത് സെയിം നമുക്ക് ICT-യിലും പഠിക്കാനുണ്ട്. അപ്പം റിയൽ ടൈം അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ മീഡിയനെ നമ്മൾ പറയുന്ന പേരെന്താണ്? Asynchronous. അസിൻക്രണമസ് മീഡിയ. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ റിപ്പീറ്റ് ആയിട്ട് വരും. ഏത് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് ICT-യിൽ ചോദിക്കാം. ഓക്കെ, ഈവൻ ടീച്ചിങ്ങിൽ കൂടെ നമുക്ക് ചോദിക്കാം. ഏത് റിയൽ ടൈം ആയിട്ട് ടീച്ചർ ടീച്ച് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അസിൻക്രണമസ് ആയിട്ട് ടീച്ച് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ 3 ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് വൺ, ദ മെക്കാനിക്കൽ മോഡൽ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ multiple way flows, one way flow, from one to many, can be anonymous, active audience. ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തു. ഇതിൽ ഏതൊക്കെയാണ് മെക്കാനിക്കൽ മോഡൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, ഇതിന്റെ ആൻസർ ബി ആണ്. BCD, വൺ വേ ഫ്ലോ, ഫ്രം വൺ ടു മെനി, ക്യാൻ ബി അനോണിമസ്. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഡാഷ്. ഓക്കെ, ലിബറൽ, അതോറിറ്റേറിയൻ, കൺഫെക്ഷണൽ ആൻഡ് പാർട്ടിസിപ്പേറ്ററി. ഇതിൽ ഏതാണ് ലീനിയർ മോഡലിന്റെ ഒരു ക്യാരക്ടർ? ഓർക്ക, ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദർ ഇസ് നോ ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ ലീനിയർ മോഡൽ ഒരു ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വൺ വേ ആയിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇനി ഐഡിയ? ബി ആണ്, അതോറിറ്റേറിയൻ. കറക്റ്റ്. എന്തുകൊണ്ടാണ് അതോറിറ്റേറിയൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഫീഡ്ബാക്ക് സിസ്റ്റം ഇല്ല. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അവരെന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമുക്ക് തിരിച്ചു പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതോറിറ്റേറിയൻ. ഓക്കെ, വൺ വേ ആയതുകൊണ്ടാണ് ലീനിയർ മോഡലിനെ അതോറിറ്റേറിയൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിംബോളിക് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡാഷ്. ഇൻസ്ട്രുമെന്റൽ, നോൺ റിച്വലിസ്റ്റിക്, സോഷ്യോ കൾച്ചറൽ ആൻഡ് മെക്കാനിക്കൽ. സിംബോളിക് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് പല രീതിയിൽ തിരിച്ചു മറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സോഷ്യോ കൾച്ചറൽ. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ, നമ്മൾ മെക്കാനിക്കൽ മോഡൽ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ മെക്കാനിക്കൽ മോഡലിന് 3 ഫീച്ചേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഓർത്തിരിക്കുക. വൺ വേ ഫ്ലോ, വൺ ടു മെനി, ക്യാൻ ബി അനോണിമസ്. ഓക്കെ, ആ 3 പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം അനലോഗ് മീഡിയ ഈസ് പ്രൈമർലി ഡിറൈവ്ഡ് ഫ്രം ന്യൂസ് പേപ്പർ റീഡിംഗ്, ഓഡിയോ റെക്കോർഡിംഗ്, കമ്പ്യൂട്ടർ പ്രിന്റിംഗ്, മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ. നമ്മൾ ഈ ICT-യിലും ഉണ്ട് നമുക്ക് അനലോഗ് മീഡിയ. ഏതൊക്കെയാണ് അനലോഗ് മീഡിയ? കമ്പ്യൂട്ടർ പ്രിന്റിംഗ് അല്ല, ഓഡിയോ റെക്കോർഡിംഗിൽ നിന്നാണ് അനലോഗ് മീഡിയ പ്രൈമർലി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓഡിയോ റെക്കോർഡാണ്. ആക്ച്വലി ഇത് വേർഡ് അനലോഗ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തൊരു വേർഡാണ് അനലോഗ്. ഓക്കെ, അപ് ടു, ലോഗോസ്, അങ്ങനെയുള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു വേർഡാണ് അനലോഗ് മീഡിയ. ജസ്റ്റ് ഓർത്തിരിക്കുക, അനലോഗ് മീഡിയ ഡിറൈവ് ചെയ്തത് ആദ്യം ഓഡിയോ റെക്കോർഡിൽ നിന്നുമാണ് ആ വേർഡ് വന്നത്. അത്രേ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ഈസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ് സ്റ്റാറ്റിക് ഫോർ ദ ഓഡിയൻസ്, ഹിഡൻ ഫ്രം ദ ഓഡിയൻസ്, ഹൈബ്രോ ഫോർ ദ ഓഡിയൻസ്, ലൈവ് ഫോർ ദ ഓഡിയൻസ്. നമ്മൾ എപ്പോഴും കേൾക്കും ബ്രോഡ്കാസ്റ്റ് TV ഷോ, അല്ലെങ്കിൽ ഒരു TV ഷോ ബ്രോഡ്കാസ്റ്റ്, ലൈവ് ബ്രോഡ്കാസ്റ്റ്. ഓക്കെ, ഏതാണ് ഇതിൽ ഏതാണ് ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചർ? ഓപ്ഷൻ ബി ഓർ ഡി? ഓപ്ഷൻ ഡി, ഇറ്റ്സ് എ ലൈവ്. ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവാണ്. ഇങ്ങനെ കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസും. ഓക്കെ, ഇപ്പൊ 5 ക്വസ്റ്റ്യൻ വന്ന 1 ക്വസ്റ്റ്യൻ മാത്രം ഡയറക്റ്റ് ഒരു ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നു. ബാക്കി 4 ക്വസ്റ്റ്യനും ഇതുപോലത്തെ കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണാറുള്ളത്. ലൈവ് ഫോർ ദ ഓഡിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറക്ട്ലി അഫക്ട് ഓർ ഇൻഫ്ലുവൻസ് ദ ലിസണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്? ഇത് ടോപ്പിക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നിന്നും വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ്.
സ്റ്റുഡന്റ് പ്രോട്ടോകോൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റ്, സ്പീഡ് ഓഫ് ദ സ്പീച്ച്, ടൈമിംഗ് ഓഫ് ദ സ്പീച്ച്, ദ റീജിയണൽ അസെന്റ്. ഇതിൽ ഏതൊക്കെയാണ് എന്താണ് ഡയറക്ട്ലി അഫക്ട് ഓർ ഇൻഫ്ലുവൻസ് ദ ലിസണിംഗ് സ്കിൽ ഓഫ് സ്റ്റുഡൻസ്? Option C. ഓപ്ഷൻ സി, സ്പീഡ് ഓഫ് ദ സ്പീച്ച്. നമ്മൾ ഒരുപാട് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് മനസ്സിലാകാൻ പറ്റില്ല. ടൈമിങ്സ് ഓഫ് ദ സ്പീച്ച്. അപ്പൊ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ കണ്ടിരുന്നു എന്താണ് പാരാ ലാംഗ്വേജ്, നമ്മുടെ വോയിസിലുള്ള പിച്ച്, വോയിസ് മോഡുലേഷൻ, ടൈമിങ്സ്. അപ്പൊ അതും എന്താണ് സ്റ്റുഡൻസിന്റെ ലിസണിങ് സ്കില്ലിനെ അഫക്റ്റ് ആകും. ദെൻ റീജിയണൽ അസെന്റ്. ഇപ്പം നമുക്കറിയാം മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനൊരു റീജിയണൽ അസെന്റ് ഉണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരുടെ റീജിയണൽ ഭാഷയും ആ ഒരു ലാംഗ്വേജും തമ്മിൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സംടൈംസ് ചില ആൾക്കാർ ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് അസല് മനസ്സിലാവില്ല. വൈ? ബിക്കോസ് ഓഫ് റീജിയണൽ അസെന്റ്. അതും എന്താണ് സ്റ്റുഡൻസിന്റെ ലിസണിങ് സ്കില്ലിനെ അഫക്റ്റ് ചെയ്യാം.